വിജയകുമാർ 2017 സംഭവിച്ച 17 നടന്ന കൊലപാതകങ്ങളാണ് 2021 കേസ് CBIക്ക് വിടുന്നു. ആദ്യം കേസ് കുറ്റപത്രം സമർപ്പിക്കുന്ന CBIയുടെ കുറ്റപത്രം കോടതി തള്ളുകയാണ്. അതായത് പോലീസ് എന്ത് പറഞ്ഞു അത് മാത്രമാണ് ഈ കുറ്റപത്രത്തിലുള്ളത്. കൊലപാതകം എന്ന ആംഗിളിലേക്ക് CBI അന്വേഷണം എത്തിയിട്ടില്ല എന്നത് പിന്നീടും CBI അന്വേഷണം നടക്കുന്നു. ഇപ്പോൾ 2025 ആവുമ്പോൾ ഇത്തരത്തിലൊരു കുറ്റപത്രം സമർപ്പിക്കുന്നു, മാതാപിതാക്കൾ പ്രതികളാകുന്നു. എങ്ങനെ കാണുന്നു ഇതിനെ? പൊതുവികാരം ഒരു കേസിന്റെ മെറിറ്റിനെ ബാധിക്കുന്ന കാര്യത്തിൽ ഈ കുറ്റപത്രത്തിൽ ഇനി എന്തൊക്കെയാണ് മുന്നോട്ടുള്ള നടപടിക്രമങ്ങളായി വരിക? സുഹേൽ ഏറ്റവും ഒടുവിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, സമൂഹത്തിന്റെ സമ്മർദ്ദം മൂലം അന്വേഷണ ഏജൻസികൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രഷർ ഗ്രൂപ്പിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് അന്വേഷണ ഏജൻസികൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. അതിനപ്പുറത്തേക്ക് ആ ഗ്രൂപ്പുകളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അന്വേഷിക്കുക എന്നതാണ് ഇത്തരം കേസുകളിൽ, നല്ല മുഴുവൻ കേസുകളിലും CBI നല്ല എല്ലാ ഏജൻസികളും ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെ ഈ കേസിൻ്റെ അന്തിമമായ ഒരു കുറ്റപത്രം കോടതിയിൽ കൊടുക്കുമ്പോൾ അതിൽ ഇത്തരം പരാമർശങ്ങൾ, ഇത്തരം വിവരങ്ങൾ, ഈ കുറ്റപത്രത്തിൽ കൂടുതൽ ആളുകൾ പ്രതിപട്ടികയിൽ വരുമ്പോൾ അത് സൊസൈറ്റിയിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഇമ്പാക്റ്റ്, അതുണ്ടാകാൻ പോകുന്ന വലിയ ചർച്ചകൾ, ഇതൊക്കെ അറിയാതെയല്ല ഈ അന്വേഷണ ഏജൻസി ഈ നടപടിയിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മളുടെ മുന്നിൽ ഇപ്പോൾ കുറ്റപത്രത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ പശ്ചാത്തലം എങ്ങനെയാണ് ഈ മാതാപിതാക്കൾ ഈ പ്രതിപട്ടികയിൽ വന്നത് എന്നതൊക്കെ, അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇതിലിപ്പോൾ നേരത്തെ സമരസമിതിയുടെ ചുമതലയിലുണ്ടായിരുന്ന അദ്ദേഹം സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അന്ന് തന്നെ ഈ വിവരങ്ങളിൽ അധികവും പുറത്തു വന്നിട്ടുള്ളതാണ്. ഒന്ന്, ഇതിലെ ഒരു പ്രതി, രാജാക്കാട് സ്വദേശിയായ ആ പ്രതി ആ വീട്ടിലൊരു സ്ഥിരതാമസക്കാരനെ പോലെ ഉണ്ടായിരുന്നു എന്നത് ആ ഘട്ടത്തിൽ ഉയർന്നു വന്ന വലിയൊരു ആരോപണമാണ്. എങ്ങനെയാണ് ഇങ്ങനെ അപരിചിതനായ ഒരാൾ, അല്ലെങ്കിൽ ഒരു നമ്മൾ പറയാറില്ല, ഒരു മൂന്നാമതൊരാൾ എങ്ങനെ അവിടെ ഈ കുടുംബത്തിനൊപ്പം വന്നു, അയാൾ എങ്ങനെ അവിടെ താമസിച്ചു തുടങ്ങിയ ചോദ്യങ്ങൾ അന്ന് പലരും ഉയർത്തിയതാണ്. ഈ വിഷയങ്ങളടക്കം ഇപ്പോൾ അദ്ദേഹം സമരസമിതിയുടെ ഭാഗമായി പ്രവർത്തിച്ചതാണ്. അദ്ദേഹം അടക്കം ചോദിച്ച പല വിഷയങ്ങളും ആ ഘട്ടത്തിലും ഉയർന്നു വന്നതാണ്. പക്ഷേ അത് പിന്നീട് വലിയ ചർച്ചയിലേക്ക് അത് പോയിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് തുടക്കം മുതൽ ഈ കേസിൽ അന്വേഷണം നടത്തിയ പോലീസ് പിന്നീട് ഏജൻസികൾ കൈമാറി വന്ന സമയത്തൊക്കെ ഇതിൻ്റെ സമരത്തിൻ്റെ, ഈ കുട്ടികൾക്ക് നീതി വേണമെന്ന് ആവശ്യപ്പെട്ടുണ്ടായ പ്രക്ഷോഭത്തിൻ്റെ ഒക്കെ മുൻപന്തിയിൽ ഈ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. അവരെ ഒരു പ്രതീകമെന്ന നിലയിൽ തന്നെയാണ്, പോരാട്ടത്തിൻ്റെ ഭാഗമായി തന്നെയാണ് എല്ലാവരും കണ്ടത്. അപ്പോൾ അവർ ഇനിയിപ്പോൾ അതൊക്കെ CBI ആണ് പറയേണ്ടത്. അവരത് എന്തിനാണ് അങ്ങനെ ഈ പോരാട്ട മുഖത്ത് നിന്നത്, അവരിലേക്ക് കൂടുതൽ ചോദ്യങ്ങൾ ഉയരാതിരിക്കാൻ വേണ്ടിയാണോ, അതോ ഒരു കവറപ്പായിരുന്നു എന്നതൊക്കെ പറയേണ്ടത് വിജയകുമാർ പറഞ്ഞതുപോലെ എന്തുകൊണ്ട്, എങ്ങനെ അവരെ പ്രതിചേർത്തു നടക്കുള്ള കാര്യങ്ങൾ, സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ് ഉണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ CBIയുടെ കുറ്റപത്രം പുറത്തു വന്നാലേ കാര്യങ്ങൾ അറിയാൻ സാധിക്കുള്ളൂ. നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ പൊതുവികാരങ്ങളെ, പൊതുസമ്മർദ്ദങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയൊരു കേസിൽ അന്വേഷണം നടത്താനാകില്ല. നീതി കിട്ടേണ്ടത് 13-9 വയസ്സുള്ള പെൺകുട്ടികൾക്കാണെന്ന് മാത്രമാണ് ശരിയായ പൊതുബോധം.